BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. 2024 ഏറ്റവും മികച്ച അറബ് ഒളിമ്പിക് അതോറിറ്റിയായി ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. BOCയുടെ കായിക നേട്ടങ്ങൾ, കാര്യനിർവഹണത്തിലെ വിജയങ്ങൾ, മികച്ച ഇടപെടലുകൾ എന്നിവ പരിഗണിച്ച് അറബ് ഫെഡറേഷൻ ഫോർ സ്പോർട്സ് കൾച്ചറൽ ആണ് BOCയെ മികച്ച അതോറിറ്റിയായി തിരഞ്ഞെടുത്തത്. AFFC എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഫോർ സ്പോർട്സ് കൾച്ചറൽ അംഗവുമായ അഷ്റഫ് മഹ്മൂദ് ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാനും യുവജന കായിക സുപ്രീം കൗൺസിൽ 1ാം വൈസ് ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയ്ക്ക് അവാർഡ് കൈമാറി. ചടങ്ങിൽ BOC വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഈസ ബിൻ അലി അൽ ഖലീഫ, BOC സെക്രട്ടറി ജനറൽ ഫാരിസ് അൽ ഖുഹേജി എന്നിവർ സന്നിഹിതരായിരുന്നു. അവാർഡ് നേടാനായതിലും BOC അംഗീകരിക്കപ്പെട്ടതിലും ഷെയ്ഖ് ഖാലിദ് അഭിമാനം പ്രകടിപ്പിച്ചു. 2024 പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ മറ്റ് അറബ് രാജ്യങ്ങളെ അപേക്ഷിച്ച മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും 2 സ്വർണം, 1 വെള്ളി, 1 വെങ്കലം എന്നിവയുൾപ്പെടെ 4 മെഡലുകൾ നേടി മേഖലയിൽ 1ാം സ്ഥാനം നേടുകയും ചെയ്ത പ്രകടനത്തിന് BOCയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ബഹ്റൈനിൽ ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കോൺസുലാർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ നിരവധി ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിന് റമദാൻ ആശംസകൾ അറിയിച്ച അംബാസഡർ ഫെബ്രുവരി 21 ദാനാമാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഇന്ത്യ ഇൻ ബഹ്റൈൻ ഫെസ്റ്റിവലിന്റെ 2ാം എഡിഷന്റെ വിജയത്തിനായി ഭാഗമായവർക്കും എപ്പിക് സിനിമാസിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തവർക്കും അംബാസഡർ നന്ദി അറിയിച്ചു. കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ ഉന്നയിച്ച മിക്ക കേസുകളും പരിഹരിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് വഴി ദുരിതത്തിലായ പ്രവാസികൾക്ക് താമസമൊരുക്കാനും അവരുടെ എമർജൻസി രേഖകൾ തയ്യാറാക്കാനും വിമാന ടിക്കറ്റുകൾക്ക് ഉപയോഗിക്കുന്നത് തുടരുമെന്നും ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ICWF-ൽ നിന്നുള്ള നിയമസഹായവും പരിശോധിച്ചുറപ്പിച്ച അടിസ്ഥാനത്തിൽ ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും അംബാസഡർ പറഞ്ഞു. സെഷനിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പരാതികൾ, പ്രശ്നങ്ങൾ വിജയകരമായി പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. ചിന്നു രൂപേഷിന്റെ അകാല നിര്യാണത്തിൽ അനുശോചിച്ച് ബഹ്റൈൻ പ്രതിഭ മലയാളം പാഠശാല. ബഹ്റൈൻ പ്രതിഭ മലയാളം പാഠശാലയിലെ അധ്യാപികയായിരുന്ന ചിന്നു രൂപേഷിന്റെ അകാലത്തിലുള്ള വേർപാടിൽ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം ചേർന്നു. പ്രതിഭ പാഠശാല കോർഡിനേറ്ററും മലയാള മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ വിദഗ്ധ സമിതി അംഗവുമായ പ്രദീപ് പത്തേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാളം പാഠശാല പ്രിൻസിപ്പാൾ സുരേന്ദ്രൻ VK അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മലയാളം പാഠശാലയിലെ ഏറ്റവും മികച്ച അധ്യാപികയാണ് അകാലത്തിൽ പ്രതിഭയിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടതെന്നും 5ഉം 10ഉം വയസ്സുള്ള ചിന്നു രൂപേഷിന്റെ മക്കൾക്കും അമ്മയില്ലാത്ത വരും കാലത്തെ ധീരമായി നേരിടാൻ കഴിയട്ടെ എന്നും അനുശോചകർ ആശിച്ചു. ലോക കേരള സഭാംഗവും പ്രതിഭ രക്ഷാധികാരി സമിതി അംഗവുമായ CV നാരായണൻ, രക്ഷാധികാരി സമിതി അംഗം ലിവിൻ കുമാർ, മലയാള മിഷൻ ബഹ്റൈൻ ചാപ്റ്റർ സെക്രട്ടറി ബിജു M സതീഷ്, പ്രതിഭ വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ്, വനിതാവേദി പ്രസിഡന്റ് ഷമിത സുരേന്ദ്രൻ, പ്രതിഭ മനാമ മേഖലാ സെക്രട്ടറി നിരൺ, പാഠശാല പ്രവർത്തകരായ മറ്റ് കേന്ദ്ര കമ്മിറ്റി രക്ഷാധികാരി സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. യോഗത്തിന് പാഠശാല ജോയിന്റ് കൺവീനർമാരായ ജയരാജ് സ്വാഗതവും സൗമ്യ നന്ദിയും പറഞ്ഞു. SKSSF സഹചാരി റിലീഫ് ഫണ്ട് ശേഖരണത്തിന് മാർച്ച് 7 തുടക്കമാകും. കരുണയുടെ നോട്ടം കനിവിന്റെ സന്ദേശം എന്ന പ്രമേയത്തിൽ SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ നടന്നുവരുന്ന സഹചാരി റിലീഫ് ഫണ്ട് ശേഖരണം മാർച്ച് 7 ബഹ്റൈൻ സംസ്ഥയുടെ വിവിധ ഏരിയകളിൽ നടക്കും. ആതുര സേവന ശുശ്രൂഷ മേഖലയിൽ കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സംവിധാനമാണ് സഹചാരി റിലീഫ് സെൽ. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഡയാലിസിസ്, കിഡ്നി മാറ്റിവെച്ചവർ, ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗികൾ, കിടപ്പ് രോഗികൾ, അപകടത്തിലകപ്പെട്ടവർ തുടങ്ങി 10,000-ലധികം രോഗികൾക്ക് സഹായം നൽകിക്കൊണ്ട് വ്യത്യസ്ത സഹായ പദ്ധതികളുമായി സഹചാരി റിലീഫ് സെൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹചാരി റിലീഫ് ഫണ്ട് ശേഖരണ പ്രചാരണ പോസ്റ്റർ പ്രകാശനം സമസ്ത ബഹ്റൈൻ ഹൂറ ഏരിയ സംഘടിപ്പിച്ച അഹ്ലൻ റമലാൻ പ്രഭാഷണ പരിപാടിയുടെ സദസ്സിൽ വെച്ച് സമസ്ത തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നൌഷാദ് ബാഖവെ ഉസ്താദ്, സമസ്ത ബഹ്റൈൻ ജനറൽ സെക്രട്ടറി SM അബ്ദുൾ വാഹിദ്, വൈസ് പ്രസിഡന്റ് യാസർ ജിഫ്രി തങ്ങൾ എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. സമസ്ത ബഹ്റൈൻ ട്രഷറർ നൌഷാദ്, SK ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മജീദ് ചോലക്കോട്, SKSSF ബഹ്റൈൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ട്ര, ജോയിന്റ് സെക്രട്ടറിമാരായ അഹമ്മദ് മുനീർ, റാഷിദ് കക്കട്ടിൽ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ ദിവോത്സര സമ്മേളനത്തോടനുബന്ധിച്ച് വാഷിംഗ്ടൺ കിക്ക് ഓഫ് സംഘടിപ്പിച്ച സഹോദര മലയാളി സംഘടനകളുടെയും നേതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു.
കോൺഫറൻസ് ചെയർമാൻ ഡോക്ടർ ബാബു സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ WMC ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മോട്ടക്കൽ, അമേരിക്ക റീജിയണൽ ചുമതലയുള്ള ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ തങ്കം അരവിന്ദ്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജെയിംസ് കൂടൽ, ഫ്ലോറിഡ പ്രൊവിൻസ് പ്രസിഡന്റ് ബ്ലസൻ മണ്ണിൽ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. ഫോക്കോന തുടങ്ങിയ അമേരിക്കയുടെ പ്രമുഖ സംഘടനകളുടെ നേതാക്കളും പങ്കെടുത്തു. വാഷിംഗ്ടണിലുള്ള 5 മലയാളി സംഘടനകൾക്ക് ബാബു സ്റ്റീഫൻ ഫൗണ്ടേഷൻ $20,000 സംഭാവന നൽകി. പൊതുജനങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. പാചകവാതക വില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ 2000-നോടടുത്തു പൊതുജനങ്ങൾക്ക് ഇരുട്ടടിയായി വീണ്ടും വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില വർധനവ്. 19 കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ 6 രൂപയാണ് കൂടിയത്. ഇതോടെ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിന് വില 1812 രൂപയായി ഉയർന്നു. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായില്ല. രാജ്യത്ത് മറ്റ് പ്രധാന നഗരങ്ങളിലും വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. ചെന്നൈയിൽ 5 രൂപ 50 പൈസ കൂടി വില 1965 ഉയർന്നു. ഡൽഹിയിൽ 1797 രൂപയായിരുന്നത് 1803 രൂപയായി ഉയർന്നു. ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് മുന്നോടിയായി രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വില കുറഞ്ഞിരുന്നു. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 7 രൂപയുടെ കുറവാണ് ഉണ്ടായത്. അപ്പോഴും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമുണ്ടായിരുന്നില്ല. കൊച്ചിയിൽ 6 രൂപ കുറഞ്ഞത് 18,006 രൂപയായി. ഡൽഹിയിൽ വില 1804 രൂപയിൽ നിന്ന് 1797 രൂപയായി കുറഞ്ഞു. ചെന്നൈയിൽ 1966 രൂപയുണ്ടായിരുന്നത് 1959 രൂപയായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കനക്കും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നലെ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് മരിച്ച കേസിൽ പ്രതിചേർത്ത പ്രായപൂർത്തിയാവാത്ത 5 പേരെയും നിരീക്ഷണ മുറിയിലേക്ക് മാറ്റി. ഇവർക്ക് തിങ്കളാഴ്ച തുടങ്ങുന്ന SLC പരീക്ഷ എഴുതാൻ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. വർദ്ധിക്കുന്ന CCTV ദൃശ്യങ്ങളിലുള്ള എല്ലാവരെയും കണ്ടെത്തി മൊഴിയെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിനായി കൂടുതൽ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇന്നലെയാണ് പ്രതികളായ 5 പേരെയും ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയത്. പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന പ്രതിഭാഗം ആവശ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.